പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ജസ്റ്റിസ്, നീതിയെ സംബന്ധിച്ചായിരുന്നു. നീതിയെ സംബന്ധിച്ച് കുറേയധികം കാര്യങ്ങൾ നമ്മൾ കണ്ടു. അടുത്ത പോർഷനിലേക്ക് പോകുന്നു. ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, നീതിയിൽ അധിഷ്ഠിതമായ വിതരണം എന്നാണ് മലയാളം. ഡിസ്ട്രിബ്യൂഷൻ മീൻസ് വിതരണം, നീതിയിൽ അധിഷ്ഠിതമായ വിതരണം. ഇൻ പ്രൊവൈഡിങ് സോഷ്യൽ ജസ്റ്റിസ് വി ആർ കൺസേൺഡ് വിത്ത് ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമുക്കറിയാം, ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളുമൊക്കെ നീതിയിൽ അധിഷ്ഠിതമായി എല്ലാവർക്കും തുല്യമായി വിതരണം ചെയ്യണം. ദിസ് മേ ബിറ്റ്വീൻ നേഷൻസ്, ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആൻഡ് എമംഗ് ഇൻഡിവിജ്വൽസ് വിത്തിൻ ദ സൊസൈറ്റി. രാജ്യങ്ങൾക്കിടയിലായിക്കോട്ടെ, വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിലായിക്കോട്ടെ, വ്യക്തികളുടെ ഇടയിലായിക്കോട്ടെ, ഇവരുടെ എല്ലാം ഇടയിൽ സാധനങ്ങളും സേവനങ്ങളും നീതിയിൽ അധിഷ്ഠിതമായി തുല്യമായി വിതരണം ചെയ്യണം. സോഷ്യൽ ജസ്റ്റിസ് ഡിമാൻഡ്സ് നോട്ട് ഓൺലി ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് ലോസ് ആൻഡ് പോളിസീസ് ഓഫ് സൊസൈറ്റി ബട്ട് ഓൾസോ ഈക്വാളിറ്റി ഓഫ് ലൈഫ് കണ്ടീഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും ഈക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിക്കുവാൻ തുല്യ സമത്വം അവസരം കൊടുക്കണം. തുല്യ അവസരങ്ങൾ, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളിൽ നിന്ന് ആരെയും മാറ്റി നിർത്തരുത്. ഇൻ അവർ കൺട്രി, ഫോർ ഇൻസ്റ്റൻസ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് അബോളിഷ്ഡ്, നിർമ്മാർജ്ജനം ചെയ്യുക, ദ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ. നമുക്കറിയാമല്ലേ, നമ്മുടെ മുതുമുതച്ചമാരൊക്കെ ജീവിച്ച് ഇരുന്ന സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു സാമൂഹ്യ തിന്മയായിരുന്നു തൊട്ടുകൂടായ്മ. സമൂഹത്തിൽ ജാതിയുടെ പേരിൽ മനുഷ്യരെ പല തട്ടുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഉന്നത കുലജാതിക്കാരനും താഴ്ന്ന ജാതിക്കാരനും. ഉന്നത കുലജാതിക്കാരൻ്റെ വീട്ടിലെ താഴ്ന്ന ജാതിക്കാരൻ അബദ്ധവശാലെങ്ങാനും പ്രവേശിച്ചാൽ ചാണകമൊക്കെ തളിച്ച് ശുദ്ധികലശം നടത്തിയിരുന്ന ഒരു സമൂഹം ഒക്കെ നമ്മുടെ ഇവിടെയിൽ ഉണ്ടായിരുന്നു. ഭരണഘടനയൊക്കെ ഇടപെട്ട് ഈ തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ഈ സാമൂഹ്യ തിന്മയൊക്കെ നിരോധിച്ചു. ദിസ് വുഡ് എനേബിൾ ദ ലോവർ കാസ്റ്റസ് ടു ഹാവ് ആക്സസ് ടു ടെമ്പിൾസ്, ജോബ്സ് ആൻഡ് ബേസിക് നെസസിറ്റീസ് ലൈക്ക് വാട്ടർ. അങ്ങനെ താഴ്ന്ന ജാതിക്കാരന് വരെ അമ്പലത്തിൽ പ്രവേശിക്കുവാനും ശുദ്ധജലം ഒക്കെ ലഭ്യമാക്കുവാനുമുള്ള പദ്ധതികളൊക്കെ മാറി മാറി വന്ന് നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. വേരിയസ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് ടേക്കൺ മെഷേഴ്സ് ടു റീഡിസ്ട്രിബ്യൂട്ട് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് ലൈക്ക് ലാൻഡ് ടു ഡിസ്അഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സ് ത്രൂ ലാൻഡ് റീഫോംസ്. ഭൂപരിഷ്കരണമൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കി. നമുക്കറിയാം, പണ്ടൊക്കെ ജന്മികളുടെ കൃഷിഭൂമിയിൽ അടിമകളെ പോലെ പണി ചെയ്തിരുന്ന കർഷക തൊഴിലാളികൾ, അവർക്ക് യാതൊരുവിധ അവകാശമോ യാതൊരുവിധ ആനുകൂല്യങ്ങളോ ഒന്നും ലഭിച്ചിരുന്നില്ല. സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും അവർക്ക് ഇല്ലായിരുന്നു. അതിനൊക്കെ ശേഷം, സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷം ഈ സ്ഥിതിയിലൊക്കെ ഒത്തിരി മാറ്റം സംഭവിച്ചു. നമ്മുടെ ഗവൺമെൻറ്റുകൾ, മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി ഭൂപരിഷ്കരണമൊക്കെ നടപ്പിലാക്കി. അതിൻ്റെ ഫലമായിട്ട് ഭൂദാൻ മൂവ്മെൻറ്റ്, ഭൂമിദാന പ്രസ്ഥാനം, ഭൂമി കുറച്ച് വ്യക്തികളിൽ മാത്രം ഇങ്ങനെ കുമിഞ്ഞു കൂടിയിരിക്കുന്നു. അവരിൽ നിന്ന് നിർബന്ധപൂർവ്വം ഫോഴ്സ്, ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്ത് ഭൂമിയില്ലാത്തവർക്ക്, കർഷകർക്ക് വിതരണം ചെയ്യുന്ന സമ്പ്രദായം. There are differences of opinion as how resources are distributed. Doubts are also expressed to whether how can we ensure equal access to education and jobs. എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൊടുക്കുക, എല്ലാവർക്കും തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുക. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ ഗവൺമെൻറ് നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു നിരക്ഷരരായ ജനങ്ങൾ. അടുത്തൊരു പ്രശ്നമായിരുന്നു തൊഴിലില്ലായ്മ. ഇതൊക്കെ പരിഹരിക്കുവാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ്റുകൾ പ്ലാനിങ്, ആസൂത്രണമൊക്കെ നടപ്പിലാക്കി, പഞ്ചവത്സര പദ്ധതികളൊക്കെ നടപ്പിലാക്കി. അതിനൊക്കെ ഫലമായിട്ട് ഇവിടെ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കുവാൻ നമ്മുടെ ഇന്ത്യയിൽ സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും യോഗ്യതയുള്ള, ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും തുല്യ അവസരത്തോടുകൂടി ജോലി സാധ്യതയും വിദ്യാഭ്യാസത്തിന് അവസരവും ഒക്കെ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നു. അടുത്ത പോർഷൻ, ജോൺ റാൾസ് തിയറി ഓഫ് ജസ്റ്റിസ്. ജോൺ റാൾസ് എന്ന് പറയുന്ന ആളുടെ
നീതി സിദ്ധാന്തം എന്നുള്ളതാണ് അതിൻ്റെ മലയാള അർത്ഥം. ജോൺ റാൾസ് തിയറി ഓഫ് ജസ്റ്റിസ്. ജോൺ റാൾസിൻ്റെ നീതി സിദ്ധാന്തം. ചൂസ് ദ കൈൻഡ് ഓഫ് സൊസൈറ്റി യു ലൈക്ക് ടു ലീവ് ഇൻ. എന്താ പറഞ്ഞിരിക്കുന്നത് മക്കളെ? ചൂസ് ദ കൈൻഡ് ഓഫ് സൊസൈറ്റി യു ലൈക്ക് ടു ലീവ് ഇൻ. ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരു സമൂഹം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മലയാള അർത്ഥം. ചൂസ് ദ കൈൻഡ് ഓഫ് സൊസൈറ്റി യു ലൈക്ക് ടു ലീവ് ഇൻ. അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം നിങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. ഇമാജിൻ സച്ച് ആൻ ഓഫർ ഈസ് മെയ്ഡ്, ഹൗ വുഡ് പീപ്പിൾ റെസ്പോണ്ട് ടു ദാറ്റ് ഓഫർ. അല്ലേ? ഇങ്ങനെ ഒരു ഓഫർ ജനങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ജനങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും? മോസ്റ്റ് ലൈക്ലി ദേ വുഡ് ചൂസ് എ സൊസൈറ്റി വിച്ച് ഗീവ്സ് ദം ടു പ്രിവിലേജ്ഡ് പൊസിഷൻ. ജനറലി പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ബൈ സെൽഫ് ഇൻട്രസ്റ്റ് നോട്ട് ഇൻ കോമൺ ഗുഡ്. അല്ലേ? ഓരോ ജനങ്ങളും അവരുടെ സ്വന്തം താല്പര്യം മാത്രമേ സംരക്ഷിക്കുന്നുള്ളൂ. പൊതുവായ താല്പര്യം ആരും സംരക്ഷിക്കുവാനായിട്ട് ശ്രമിക്കത്തില്ല. Therefore, people are like to choose a society in which their social and economic status is superior to that of others. അതുകൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്തായിരിക്കും? അവരുടെ സാമ്പത്തിക സാമൂഹിക പദവി എവിടെയാണോ ഉയർന്നു നിൽക്കുന്നത് ആ സമൂഹം, ആ പ്രദേശം തിരഞ്ഞെടുക്കുവാനായിരിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. Such a society not be fair and just. Is there any alternative? Can any alternative thinking produce a just and fair society? John Rawls provides an alternative. He calls this alternative as thinking under a veil of ignorance. In this alternative, each person does not know what would be his position or status in the society. In other words, he is ignorant, അറിവില്ലായ്മ, or whether he would belong to rich or poor class, upper or lower class, educated or ignorant section, etc. Thus each person is wearing a veil of ignorance regarding his position in a society. അല്ലേ? ഒരു സമൂഹത്തിലെ അവൻ്റെ പൊസിഷൻ എന്താ മക്കളെ? അവൻ്റെ സ്ഥാനം എന്താണ്? അല്ലേ? അതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? അജ്ഞതയുടെ മൂടുപടം, അല്ലേ? വെയിൽ ഓഫ് ഇഗ്നോറൻസ്, അജ്ഞതയുടെ മൂടുപടം, അല്ലേ? അത് അവൻ അറിവില്ലായ്മ കൊണ്ടൊക്കെ അറിയാതെ സംഭവിക്കുന്നു. In a situation, if a person is asked to choose a society in which he would like to live, the response would be different from the earlier one. He would prefer reasonable opportunities for all weaker and disadvantaged section. അദ്ദേഹം പറയുന്നു, സമൂഹത്തിലെ ദുർബല വിഭാഗം എന്ന് പറഞ്ഞാൽ പട്ടികജാതി, പട്ടികവർഗം, ആദിവാസി വിഭാഗം, സ്ത്രീ ജനങ്ങൾ, പിന്നെ ഡിസ്അഡ്വാൻറ്റേജ്ഡ് സെക്ഷൻ, സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾ, അംഗവൈകല്യമൊക്കെ ബാധിച്ചവർക്ക്, അവർക്ക് എല്ലാവർക്കും തുല്യ അവസരങ്ങൾ, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, അല്ലേ? തുല്യ അവസരങ്ങൾ പ്രദാനം ചെയ്യണം. Fear and concern that the might belong to a weak and disadvantaged section persuades him to favor reasonable opportunities for all. Here also people think in terms of self-interest. They attempt, ശ്രമിക്കുക, to protect and promote their self-interest. It is important to note that when people think under the veil of ignorance, അജ്ഞതയുടെ മൂടുപടം, they think from the perspective of the most disadvantaged and weakest sections of the society. Interestingly, this is a rational response arising out of self-interest. ഇനി ജോൺ റോൾസ് ഹാസ് ഗിവൺ 2 principles of justice. നീതിക്ക് 2 പ്രധാനപ്പെട്ട തത്വങ്ങളാണ് ജോൺ റോൾസ് നൽകുന്നത്. അത് വരച്ചിട്ട് പഠിക്കണേ. 1, ഫസ്റ്റ്ലി, ഈച്ച് പേഴ്സൺ ഈസ് ടു ഹാവ് ആൻ ഈക്വൽ റൈറ്റ് ടു മോസ്റ്റ് എക്സ്റ്റെൻസീവ് ടോട്ടൽ സിസ്റ്റം ഓഫ് ഈക്വൽ ബേസിക് ലിബർട്ടീസ് കമ്പാറ്റബിൾ വിത്ത് സിമിലർ സിസ്റ്റം ഓഫ് ലിബർട്ടി ഫോർ ഓൾ. എല്ലാവർക്കും തുല്യ ലിബർട്ടി, സ്വാതന്ത്ര്യമുണ്ട്, അല്ലേ? തുല്യ സ്വാതന്ത്ര്യം, അല്ലേ? സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിൽ നിന്ന് ആരെയും നമ്മൾ ഒഴിവാക്കുന്നില്ല. അതായത് ഈക്വൽ ലിബർട്ടി, എല്ലാവർക്കും തുല്യ സ്വാതന്ത്ര്യം. സെക്കൻഡ്ലി, social and economic inequalities are to be arranged that they are both to the greatest benefit of the least advantaged, consistent with the just saving principle, and attached to offices and position open to all under the condition of fair equality of opportunity. എന്താണ്? അസമത്വങ്ങളെല്ലാം ഒഴിവാക്കുക, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ, ജോലി നേടുന്നതിനും വിദ്യ അഭ്യസിക്കുന്നതിനും ഒക്കെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം എല്ലാവർക്കും കൊടുക്കുക. കിട്ടിയോ? അപ്പം ജോൺ റോൾസിൻ്റെ തിയറി ഓഫ് ജസ്റ്റിസ് കൃത്യമായിട്ട് പഠിക്കുക. അടുത്തത്
പെർസൂവിങ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, അല്ലേ? സാമൂഹ്യ നീതി നേടണം, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം എന്നും പറഞ്ഞ് നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടോ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടോ ഘോര പ്രസംഗം പറഞ്ഞിട്ടോ പ്രയോജനമില്ല. കൃത്യമായിട്ട് അത് നടപ്പിലാക്കണം. നീതിക്ക് വേണ്ടി, സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം. നോക്ക്, ഇറ്റ് ഈസ് ക്ലിയർ കട്ട് ഡിവിഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദോസ് ഹു എൻജോയ് ഗ്രേറ്റർ വെൽത്ത് ആൻഡ് പ്രോപ്പർട്ടി ആൻഡ് ദോസ് ഹു ആർ ഡിപ്രൈവ്ഡ്. വി കനോട്ട് ഫൈൻഡ് എനി സോഷ്യൽ ജസ്റ്റിസ് ദെയർ. Social justice does not mean absolute equality and sameness, but it will be unjust if the gap between rich and poor remains wide. അല്ലേ? റിച്ച് ആൻഡ് പൂവർ എന്ന മക്കളെ, ഉള്ളവനും ഇല്ലാത്തവനും എന്ന് പറയുന്ന ഒരു വ്യത്യാസം സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണം. Again, if the poor people are denied, നിരസിക്കുക, opportunities to come forward, however hard they work, it is more serious and is unjust. കണ്ടോ മക്കളെ, പാവപ്പെട്ടവന് പല അവസരങ്ങളും ഒഴിവാക്കപ്പെടുന്നു, അല്ലേ? പല അവസരങ്ങളും പാവപ്പെട്ടവന് നേരെ കണ്ണടയ്ക്കുമ്പോൾ അവന് മുൻനിരയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. So what is needed is to provide people with a basic minimum condition to have healthy living. This would help them develop their talents and attain desired goals in life. അല്ലേ? ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടാലൻസ്, കഴിവുകളുണ്ട്, അല്ലേ? അതൊക്കെ വികസിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഗോൾസ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി അവനെ പ്രാപ്തനാക്കണം. ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങൾ ഫോർ ദ ബേസിക് നീഡ്സ് ഓഫ് പീപ്പിൾ ആർ ഡിവൈസ്ഡ് ബൈ ഡിഫറെൻറ്റ് ഗവൺമെൻറ്റ്സ്. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ലൈക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഓൾസോ ടേക്ക് സ്റ്റെപ്പ് ഇൻ ദ ഡയറക്ഷൻ, അല്ലേ? അപ്പം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നൊരു അസോസിയേഷനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO. ബേസിക് കണ്ടീഷൻ ഇൻക്ലൂഡ് ബേസിക് എമൗണ്ട് ഓഫ് നൂറിഷ്മെൻറ്റ് ഓഫ് റിമെയിൻ ഹെൽത്തി, ഹൗസിങ്, സപ്ലൈ ഓഫ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, എഡ്യൂക്കേഷൻ, മിനിമം വേജ് എക്സെട്ര, അല്ലേ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് അത്യാവശ്യമായ കുറേ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. ഒന്ന്, അവൻ്റെ ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ടി അവന് പോഷകാഹാരം ലഭിക്കണം, നല്ലൊരു വീട് ഉണ്ടായിരിക്കണം, ശുദ്ധജലത്തിൻ്റെ ലഭ്യത ഉണ്ടായിരിക്കണം, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ സൗകര്യം ഉണ്ടായിരിക്കണം, മിനിമം വേജ്, അല്ലേ? അവൻ ജോലി ചെയ്യുന്നതിന് അവന് ന്യായമായ കൂലി ലഭിച്ചിരിക്കണം. ഇത് ഏതൊരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും ഗവൺമെൻറ്റിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തങ്ങളാണ് ഇവയെല്ലാം, അല്ലേ? അവിടുത്തെ ജനങ്ങൾക്ക് പോഷകാഹാരം കൊടുക്കുക, ഹൗസിങ്, നല്ല ഭവനം വെച്ച് കൊടുക്കുക, ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുക, വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുക, അല്ലേ? പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ പണിയെടുക്കുന്ന ജോലിക്കാർക്ക് എന്ത് കൊടുക്കണം? ന്യായമായ വേതനവും കൊടുക്കുക. ഇത് ഏതൊരു ഗവൺമെൻറ്റിനെ ആണെങ്കിലും, അല്ലേ? മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമാണ് ഇതൊക്കെ. All of us agree to state should try and help the disadvantaged group to make them enjoy some degree of equality with others. But doubts are expressed with regard to the best methods of achieving this goal. This issue is being discussed everywhere, not only in our society but also in other parts of the world. Some are of the view that promoting open competition through free market is the best way of helping the disadvantaged groups. They also say that by doing so it will not affect the better off members of the society. Another opinion, അഭിപ്രായം, is that the state should take the responsibility of providing basic needs to poor through redistribution of resources. അല്ലേ? പാവപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി, പാവപ്പെട്ട ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി ഏതൊരു ഗവൺമെൻറ് ആണെങ്കിലും മുൻകൈ എടുക്കണം. കിട്ടിയോ? അടുത്ത ലാസ്റ്റ് പോർഷനിലേക്ക് പോകുന്നു. ഫ്രീ മാർക്കറ്റ് വേഴ്സസ് സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ. ഫ്രീ മാർക്കറ്റ്, സ്വതന്ത്ര വിപണിയോ അതോ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലോ? ഇൻ്റർവെൻഷൻ, ഇടപെടുക, അല്ലേ? സ്വതന്ത്ര വിപണി, ഫ്രീ മാർക്കറ്റ് മീൻസ് സ്വതന്ത്ര വിപണി എന്നാണ് മലയാളം. സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ മീൻസ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ. ഇൻ എ ഫ്രീ മാർക്കറ്റ് എക്കണോമി, ഇൻഡിവിജ്വൽസ് ആർ ഫ്രീ ടു ഓൺ പ്രോപ്പർട്ടി ആൻഡ് എൻ്റർ ഇൻ ടു എഗ്രിമെൻറ്റ്സ് വിത്ത് അതേഴ്സ് റിഗാർഡിംഗ് പ്രൈസസ്, വേജസ് ആൻഡ് പ്രോഫിറ്റ്, അല്ലേ? ഒരു സ്വതന്ത്ര വിപണിയിൽ ജനങ്ങൾ ഫ്രീ ആണ്, സ്വതന്ത്രരാണ്, അവർക്ക് സ്വന്തമായിട്ട് സ്വത്തുവകകളുണ്ട്, അല്ലേ? അവരാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയൊക്കെ നിശ്ചയിക്കുന്നത്, അവർ തന്നെയാണ് അവരുടെ വേതനം നിശ്ചയിക്കുന്നത്, അതുകൊണ്ട് അവർ തന്നെയാണ് ലാഭവും കണ്ടെത്തുന്നത്. ദർ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് കോമ്പറ്റീഷൻ ടു ഗെയിൻ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് ബെനിഫിറ്റ്, അല്ലേ? അപ്പോൾ ആരെയും, സ്വകാര്യ വ്യക്തികളെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്തപ്പോൾ ഇവർ തമ്മിൽ വലിയ കോമ്പറ്റീഷൻ, മത്സരം നിലനിൽക്കും. ദിസ് ഈസ് എ സിമ്പിൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടേം ഫ്രീ മാർക്കറ്റ്. It is so there will be just distribution of benefit and duties in society. Individuals with merits and talent are rewarded better than incompetent ones. Market force of demand and supply determine the price of everything in the country.
Supporters of free market maintain that whatever be the outcome of market, it would be real and just. അല്ലേ, സ്വതന്ത്ര വിപണി എന്ന് പറഞ്ഞാൽ അവിടെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലൊന്നുമില്ല. ജനങ്ങളെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ അനുവദിക്കുക, ജനങ്ങളുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഗവൺമെൻറ് ഇടപെടരുത്. അല്ലേ, ജനങ്ങൾക്ക് സ്വന്തമായി ലാൻഡ് പ്രോപ്പർട്ടി, സ്വന്തമായിട്ട് സ്വത്തുണ്ട്, ലാൻഡുണ്ട്, അവർ സാധനങ്ങളുടെ വിലയെല്ലാം അവർ തന്നെ ക്രമീകരിക്കുന്നു, അവരുടെ വേതനമെല്ലാം അവർ തന്നെ നിശ്ചയിക്കുന്നു, അവരുടെ ലാഭമെല്ലാം അവർ തന്നെ നിശ്ചയിക്കുന്നു. അല്ലേ, മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയും, ചോദനവും പ്രദാനവും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ച് കമ്പോളത്തിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില നിശ്ചയിക്കുന്നു. അവിടെ ഗവൺമെൻറ്റിനോ ഭരിക്കുന്ന പാർട്ടിക്കോ വലിയ പ്രാധാന്യമൊന്നും അവിടെ ഇല്ല. However, some supporters of free market want to have some restriction, നിയന്ത്രണം. They say there should not be absolutely unregulated market. For that, state should intervene, ഇടപെടുക, to ensure the basic minimum standard of living of the people, to enable them to compete on equal terms. അല്ലേ, അപ്പോൾ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലൊന്നും ഇല്ലാത്തപ്പോൾ, അല്ലേ, ഒരു വിഭാഗം ആളുകൾ മാത്രം ഉന്നമനത്തിലേക്ക് എത്തും. അല്ലേ, അപ്പോൾ നമുക്കറിയാം, പൈസയുള്ളവൻ വീണ്ടും എന്തെങ്കിലും ബിസിനസ്സോ വ്യവസായങ്ങളൊക്കെ ആരംഭിച്ച് വീണ്ടും അവൻ്റെ പണം കുഞ്ഞു കൂട്ടുവാൻ ശ്രമിക്കും. പാവപ്പെട്ടവൻ്റെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം വളരെയധികം കുറവായിരിക്കും. ദോസ് ഹു ആർഗ്യൂ ഓഫ് ഫ്രീ മാർക്കറ്റ് ഡോണ്ട് ഫൈൻഡ് എനിത്തിങ് റോങ് ആൻഡ് ഒപ്പീനിയൻ അപ്പ് ദ മാർക്കറ്റ് ടു ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് സച്ച് സർവീസ്. അല്ലേ, എല്ലാവർക്കും വിദ്യാഭ്യാസം പ്രദാനം ചെയ്യണം, ആരോഗ്യം പ്രദാനം ചെയ്യണം, അങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്തു കൊടുക്കണം. Another advantage in the case of the free market is that it gives us more choices. If a free market where there is competition, different varieties of same service or goods come into light. So we can choose the food we eat, the school we go to, etc. അല്ലേ, അപ്പോൾ ഒരു സ്വതന്ത്ര വിപണി ഗവൺമെൻറ് ഒന്നും നിയന്ത്രിക്കുന്നില്ല, സ്വകാര്യ വ്യക്തികളാണ് നിയന്ത്രിക്കുന്നത്. സ്വകാര്യ വ്യക്തികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലാഭം മാത്രമാണ്. അല്ലേ, അവിടെ ഒരു ഗുണമുണ്ട്. എന്താ ഗുണം? വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ്. അല്ലേ, ധാരാളം ഉൽപ്പന്നങ്ങൾ എല്ലാവരും ഉൽപ്പാദിപ്പിക്കും. അല്ലേ, ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ ഉൽപ്പന്നം തമ്മിൽ എന്തുണ്ടാകും? കോമ്പറ്റീഷൻ, മത്സരം. അല്ലേ, കമ്പോളത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല ഗുണനിലവാരമുള്ള ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്ക് മാത്രമേ കമ്പോളത്തിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ സ്വതന്ത്ര വിപണിയുടെ ഒരു ഗുണമാണിത്. സോ വി ക്യാൻ ചൂസ് ദ ഫുഡ് ഓ ഈറ്റ്. Regarding the basic goods and service, what is necessary availability, good quality goods and service, a cost people can afford. Here there is a problem with respect to free market system. In a free market system, private agencies will go for profitable business. If this is not profitable, they prefer not and enter the market to provide cheap and substandard good. ഇനി സ്വതന്ത്ര വിപണിക്ക് ഒരു ദോഷമുണ്ട്. അല്ലേ, അപ്പോൾ നമുക്കറിയാം, അവിടെ ഇടപാടുകാർ, വാങ്ങുന്ന ആളുകൾ കുറവാണെങ്കിൽ അവിടുത്തെ സ്വകാര്യ വ്യക്തികൾ കച്ചവടം നിർത്തിയിട്ട് കമ്പോളത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അതായത് ഉൽപ്പാദനം നിർത്തി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ലാഭം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഇവനെന്ത് ചെയ്യും? ഏത് കൃത്രിമ മാർഗങ്ങളും, അഡൾട്രേഷൻ, അല്ലേ, സാധനത്തിലൊക്കെ മായം ചേർക്കുകയൊക്കെ ചെയ്യും. ടിപ്പിക്കലി നോട്ട് ദ എൻ്റർ ദ മാർക്കറ്റ് പ്രൊവൈഡ് ചീപ്പ് ആൻഡ് സബ്സ്റ്റാൻഡേർഡ് ഗുഡ്സ്. ടിപ്പിക്കലി വി see few private schools in remote rural areas and the too low of quality. The same would be true healthcare of housing. In such circumstances സാഹചര്യം, they say that the government should intervene and take appropriate measures. അല്ലേ, അപ്പോൾ സ്വകാര്യ വ്യക്തികൾക്ക് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയന്ത്രണമില്ലാതെ സ്വകാര്യ വ്യക്തികളെ ഇങ്ങനെ വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ വലിയ അസമത്വങ്ങൾ ഉണ്ടാകും. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, സ്വത്ത് ഉള്ളവരത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കും. അല്ലേ, പാവപ്പെട്ടവനൊന്നുമില്ല. ന്യൂനപക്ഷം ജനങ്ങൾ മാത്രം ഉയരങ്ങളിൽ എത്തുകയും ചെയ്യും. ഭൂരിപക്ഷം ജനങ്ങൾ എപ്പോഴും ദാരിദ്ര്യത്തിൽ കഴിയുകയും ചെയ്യും. Another advantage is that they say that quality of service provided by private enterprise is far superior than that provided by the government institution. അല്ലേ, അടുത്ത സ്വതന്ത്ര വിപണിയുടെ ഒരു ഗുണമുണ്ട്. ഗവൺമെൻറ് പ്രദാനം ചെയ്യുന്നതിനേക്കാൾ ഗുണമേന്മയുള്ള സേവനങ്ങൾ ഇടപാടുകാർക്ക് സ്വകാര്യ വ്യക്തികൾ പ്രദാനം ചെയ്യും. But the cost will be higher when the poor cannot afford it. It is out of the reach of the poor. Private enterprise enter only the profitable business, free market economy. Free market economy eventually tend to work in interest of the strong, wealthy and powerful. Thus, the argument can put forward for against the two systems. Free market often favor already privileged ones. That is why many argue that state should intervene, ഇടപെടുക, to ensure social justice. അല്ലേ, സ്വതന്ത്ര വിപണിയാണെങ്കിലും സ്വകാര്യ വ്യക്തികളാണെങ്കിലും കൃത്യമായിട്ട് അവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ, ഒരു നിയന്ത്രണം ആവശ്യമാണ്. അല്ലെങ്കിൽ അവിടെ സ്വകാര്യ വ്യക്തികൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ജനങ്ങളുടെ ക്ഷേമമല്ല സ്വകാര്യ വ്യക്തികളുടെ ലക്ഷ്യം. അവർക്ക് ലാഭം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം.
അതുകൊണ്ട് ഏതു വിധേനയും അവർ ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അന്നേരം സമൂഹത്തിലെ ജസ്റ്റിസ്, നീതിയൊക്കെ കാറ്റിൽ പറന്നു പോകും. അതുകൊണ്ട് കൃത്യമായ ഗവൺമെൻറ് ഇടപെടൽ അവിടെ ആവശ്യമാണ്. കിട്ടിയോ മക്കളെ? അപ്പോൾ നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കാണുക. കൃത്യമായിട്ട് ഒരു തവണ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കാണാനുള്ള അവസരമുണ്ട്, കേൾക്കാനുള്ള അവസരമുണ്ട്. വീണ്ടും കേട്ട് ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.